കരങ്ങൾ കൂപ്പി പരിശുദ്ധ മാതാവിന് നമ്മളെ സമർപ്പിച്ച് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഇരിക്കാം. നമ്മൾ തുടർന്നുള്ള ഒരു പ്രഭാഷണം ബഹുമാനപ്പെട്ട ജസ്റ്റിനച്ചനാണ് നടത്തുന്നത്. ജസ്റ്റിനച്ചൻ ഒരു പ്രഭാഷണം നടത്തും. ജസ്റ്റിനച്ചൻ ക്ലരീഷ്യൻ കോൺഗ്രിഗേഷനിൽ അച്ഛനാണ്. CMF എന്ന് പറയും, ക്ലരീഷ്യൻ കോൺഗ്രിഗേഷൻ. അച്ഛൻ കുറേ വർഷങ്ങളായിട്ട് ബാംഗ്ലൂർ പള്ളിയിലെ വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്യുകയായിരുന്നു. ഇപ്പോൾ ഒരു വർഷം അട്ടപ്പാടി സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇടയ്ക്ക് അച്ഛനെ വചന ശുശ്രൂഷയ്ക്ക് സഹായിക്കും. അച്ഛൻ ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ പ്രീച്ച് ചെയ്യാൻ ദൈവം പ്രത്യേകം കൃപ കൊടുത്തിട്ടുണ്ട്. അച്ഛനെ സമർപ്പിച്ച് നമുക്ക് ഒരു നന്മ നിറഞ്ഞ പറയുമേ എന്ന പ്രാർത്ഥന ചൊല്ലി നമുക്ക് ഈ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഒരുമിച്ച് ചൊല്ലിക്കോ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. നന്മ നിറഞ്ഞ മറിയം പ്രാർത്ഥന ചൊല്ലി നിങ്ങൾ മടുത്തോ? ഇല്ല. സന്തോഷമാണോ? സന്തോഷമാണോ? നമുക്ക് 3 പ്രധാനപ്പെട്ട നിയോഗങ്ങൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് 3 നന്മ നിറഞ്ഞ മറിയം ചൊല്ലി പ്രാർത്ഥിച്ച് ഈ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. പ്രത്യേകമായിട്ട് നമ്മുടെ ഇടവകയെ നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മ നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ. പ്രത്യേകമായിട്ട് നമ്മുടെ വികാരിയച്ഛനെ, കൊച്ചച്ചന്മാരെ, ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടൽ അച്ഛന്മാരുടെ ജീവിതത്തിലും നമ്മുടെ ഓരോ കുടുംബങ്ങളിലും ഉണ്ടാകട്ടെ. പരിശുദ്ധ അമ്മയെ മാതാവേ, ഞങ്ങളുടെ ഇടവകയ്ക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. നമുക്ക് രണ്ടാമത്തെ ഒരു നിയോഗം, നമ്മുടെ ഈ ധ്യാന ശുശ്രൂഷ നയിക്കുന്ന പ്രിയപ്പെട്ട സോജി ഓലിക്കൽ അച്ഛന് അട്ടപ്പാടി സഹിയോൻ ധ്യാന കേന്ദ്രത്തിന്റെ ഡയറക്ടറായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. അനേക ധ്യാനങ്ങളിലൂടെ അനേകം മക്കളെ ഈശോയിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട അച്ഛന്റെ ആരോഗ്യത്തെ സമർപ്പിക്കാം. ഈ ശുശ്രൂഷയെ ഭംഗിയായിട്ട് നയിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് അച്ഛനെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് നമ്മുടെ ടീമിലെ എല്ലാ അംഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഈ നിയോഗം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. മൂന്നാമത്തെ നിയോഗം പ്രത്യേകമായിട്ട് നമുക്ക് ആഗോള കത്തോലിക്ക സഭയെ സമർപ്പിക്കാം. പരിശുദ്ധ പിതാവ് ലയോ 14 പാപ്പായെ സമർപ്പിക്കാം. നമ്മുടെ രൂപതയെ സമർപ്പിക്കുന്നു. നമ്മുടെ അഭിവന്യ പിതാവ് അംബ്രോസ് പിതാവിനെയും രൂപതയുടെ നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഈ ധ്യാനത്തിന്റെ പ്രാർത്ഥനകളിലെ ശുശ്രൂഷകളിലൂടെ നമ്മുടെ രൂപതയിലെ എല്ലാ നിയോഗങ്ങളും കർത്താവിന്റെ സന്നിധിയിൽ പ്രത്യേകമായിട്ട് സമർപ്പിക്കപ്പെടുന്നതിന് വേണ്ടി, അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കപ്പെടുന്നതിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ചേട്ടന്മാരുടെ സൈഡില് ഒട്ടും സൗണ്ട് ഇല്ല. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇത് വിശുദ്ധ മദർ തെരേസയുടെ തിരുനാള് ആഘോഷിക്കുന്ന ഈ ദിവസം അമ്മ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഡു ദ സിമ്പിൾ തിങ്സ് ഇൻ എ ഗ്രേറ്റർ വേ. ചെറിയ കാര്യങ്ങള് മഹത്തരമായ ഒരു രീതിയിൽ ചെയ്യുക എന്ന്. അപ്പൊ അതുകൊണ്ട് ഞാൻ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത്, ചെറിയ കാര്യങ്ങള് അതിൻ്റെ മഹത്വത്തില് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്.
പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളിപ്പോൾ സ്തുതി ചൊല്ലി. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് നമ്മൾ സ്തുതി ചൊല്ലുമ്പോൾ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ എന്ന് നമ്മൾ മറുപടി കൊടുക്കുകയാണ്. സാധാരണഗതിയിൽ നമ്മൾ സ്തുതി ചൊല്ലുമ്പോൾ ആർക്കാണ് സ്തുതി ചൊല്ലുന്നത്? അച്ഛന്മാരെ കാണുമ്പോഴല്ലേ? അച്ചോ, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എന്നാൽ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ സ്തുതി ചൊല്ലേണ്ടത് അച്ഛന്മാർക്ക് മാത്രമല്ല, നമ്മളെല്ലാവർക്കും സ്തുതി കൊടുക്കാനായിട്ട് കടപ്പെട്ടവരാണ്, അല്ലേ? നമ്മുടെ സഹോദരങ്ങള്, നമ്മുടെ ജീവിത പങ്കാളി, മക്കള്, പരിചയക്കാര് ഇവരെയൊക്കെ കാണുമ്പോൾ അവരിലൂടെ നമ്മൾ ഈ ഒരു കാര്യം പറയുമ്പോൾ ദൈവത്തിന് കൂടുതൽ മഹത്വം നമ്മൾ കൊടുക്കുകയാണ്. ദൈവത്തിന് മഹത്വം പോവുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ കത്തോലിക്ക സമുദായത്തിന്റെ അതിന്റെ ഒരു ഐഡന്റിറ്റി മനസ്സിലാക്കി, ലളിതമാണ് എന്ന് നമുക്ക് തോന്നുന്നു എങ്കിൽ പോലും അതിൻ്റെയൊക്കെ മഹത്വം മനസ്സിലാക്കി അത് നമ്മുടെ സ്വാഭാവികമായ ജീവിത ശൈലിയിൽ നമ്മൾ ഉപയോഗിക്കണം. നമുക്കൊന്നുകൂടെ സ്തുതി ചൊല്ലിയാലോ? സ്തുതി ആർക്കാ കിട്ടുന്നേ? ഈശോയ്ക്കാണ് സ്തുതി പോകുന്നത്. സ്തുതിക്ക് യോഗ്യനായ തമ്പുരാന് സ്തുതിയും ആരാധനയും കൊടുക്കുവാനായിട്ട് നമ്മളെല്ലാവരും കടപ്പെട്ടവരാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഹൃദയം തുറന്ന് വാ തുറന്ന് നമുക്ക് ഈശോയ്ക്ക് ഒരു സ്തുതി കൊടുത്താലോ? ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നന്നായിരിക്കുന്നു. പ്രിയമുള്ളവരെ, പരസ്പരം സ്തുതി ചൊല്ലുന്നതിന്റെ പ്രാധാന്യം ക്രിസ്ത്യാനികളായ നമ്മൾ മറന്നു കളയരുത്. നമ്മൾ ഓരോ ദേശത്തിന്റെയും പ്രാധാന്യം അനുസരിച്ച്, ഭാഷയുടെ രീതി അനുസരിച്ച് പല കാര്യങ്ങളും പറയുന്നവരാണ്. എന്നാൽ ദൈവത്തിന് സ്തുതി പറഞ്ഞ് പരസ്പരം വിഷ് ചെയ്യുന്ന ഒരു രീതി നമുക്കില്ല. ആ ഒരു രീതി നമ്മുടെ സമുദായത്തിൽ നമ്മൾ ആരംഭിക്കുമ്പോൾ നമ്മുടെ ഇടയിലേക്ക് എന്തോരം ദൈവിക ചൈതന്യം കടന്നു വരും എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ പരിചയക്കാരെയൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ എന്താ ചോദിക്കുന്നത്? ഞാൻ പാലായിൽ നിന്നുള്ള ആളാണ്. പാലാക്കാർ ചോദിക്കും, എന്നാ ഉണ്ടാവുകയെ വിശേഷമൊക്കെ എന്ന് ചോദിക്കും, അല്ലേ? നിങ്ങളിവിടെ എന്താ ചോദിക്കുന്നത്? ഓക്കെ, നമ്മുടേതായ ശൈലിയിൽ നമ്മൾ ചോദിക്കും. പക്ഷേ പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തെ വിചാരിച്ച് നമുക്ക് സമീപത്ത് വന്നിരിക്കുന്ന ആ വ്യക്തിയെ സ്നേഹത്തോടെ ഒന്ന് അഭിവാദനം ചെയ്യുമ്പോൾ നമുക്കും ദൈവകൃപ ലഭിക്കുന്നു, അവരിലേക്കും ദൈവകൃപ പോകുന്നു, ദൈവത്തിനും മഹത്വം ലഭിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആരാധനയ്ക്ക് യോഗ്യനായ, സ്തുതിക്ക് യോഗ്യനായ ദൈവത്തിന് സ്തുതിയും ആരാധനയും സമർപ്പിക്കുവാനായിട്ട് നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് മദർ തെരേസ പറഞ്ഞതുപോലെ ഇത് വളരെ സിമ്പിൾ, ഇത് വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമുക്ക് തോന്നാം. എങ്കിലും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഗ്രേറ്റർ വേ, അത് നമ്മൾ മഹത്തരമായ ഒരു രീതിയിൽ ചെയ്യാനായിട്ടാണ് മദർ തെരേസ നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മൾ മറന്നു പോകരുത്. കാരണം ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ സമുദായം, പ്രത്യേകിച്ച് നമ്മൾ കത്തോലിക്ക വിശ്വാസികള് ദൈവവിശ്വാസത്തിന്റെ കാര്യങ്ങളിൽ, അല്ലെങ്കിൽ വചനം ജീവിക്കുന്ന കാര്യങ്ങളിൽ, അല്ലെങ്കിൽ സമുദായത്തിലെ ഐക്യത്തിന്റെ കാര്യത്തിൽ, കൃപയുടെ കാര്യത്തിൽ നമ്മൾ പിന്നോക്കം പോയി തുടങ്ങിയിരിക്കുന്നു, അല്ലെ? കുറച്ചു നാളായിട്ട് അത് കൂടിക്കൂടി വരുന്നുണ്ട്. നമ്മൾ അങ്ങനെ പോകേണ്ടവരല്ല, മറിച്ച് ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുകയും അത് നമ്മുടെ കൂട്ടത്തിൽ ജീവിക്കുന്നവരിലേക്ക് നൽകപ്പെടുകയും ചെയ്യുമ്പോൾ അവിടെ ദൈവകൃപ എല്ലാവരിലും നിറഞ്ഞു നിൽക്കും. അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടെ സംഭവിക്കും. വലിയ അനുഗ്രഹങ്ങളും അഭിഷേകങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വി ഹാവ് ടു ബിഗിൻ ടു പ്രാക്ടീസ് എ ക്രിസ്ത്യൻ കൾച്ചർ. നമുക്ക് നമ്മുടെ ക്രിസ്ത്യൻ സമുദായത്തിൻ്റെതായിട്ടുള്ള എല്ലാ നല്ല, എന്നാൽ ചെറിയെന്ന് നമുക്ക് തോന്നാവുന്ന കാര്യങ്ങൾ നമുക്കത് ചെയ്തു തുടങ്ങാനായിട്ട് കഴിയണം. പ്രിയമുള്ളവരെ, നമുക്ക് സങ്കീർത്തനങ്ങൾ 148 സങ്കീർത്തനം 11 മുതൽ 13 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ഭൂമിയിലെ രാജാക്കന്മാരും ജനതകളും പ്രഭുക്കന്മാരും ഭരണാധികാരികളും യുവാക്കളും കന്യകമാരും വൃദ്ധരും ശിശുക്കളും കർത്താവിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. അവിടുത്തെ നാമം മാത്രമാണ് സമുന്നതം. അവിടുത്തെ മഹത്വം ഭൂമിയെയും ആകാശത്തെയും കാൾ ഉന്നതമാണ്. പ്രിയമുള്ളവരെ, നമ്മൾ സ്തുതി ചൊല്ലുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇപ്രകാരം അഭിവാദനം ചെയ്യുന്നത് നമുക്ക് ഒരു രീതിയാക്കി മാറ്റണം. പ്രിയമുള്ളവരെ, നമ്മളെ മുസ്ലിം സഹോദരങ്ങളെ നമ്മൾ പലപ്പോഴും കാണാറുണ്ടല്ലേ? അവരവരുടെ സമുദായത്തിലുള്ള ആളുകളെ കാണുമ്പോഴത്തേക്കും എന്നാ ഉണ്ടാവുകയോ വിശേഷം ചോദിക്കുകയല്ല, അവരവരുടെ മതത്തിൻ്റെതായ രീതിയിൽ ഒരു സെന്റൻസ് ചോദിക്കും, അല്ലേ? അവരതിൻ്റെ മറുപടിയും
കൊടുക്കും. നോക്കുക, നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ ഈ കുഞ്ഞു പ്രാക്ടീസ് അല്ലെങ്കിൽ ലളിതമെന്ന് തോന്നുന്ന ഈ കാര്യങ്ങൾ നമുക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ? ഉള്ളവരെ, ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 40-ാം തിരുവചനം, അവിടെ ഒരു അഭിവാദനവും അതിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ദൈവ കൃപയാണ് കാണുന്നത്. അതായത് നമ്മൾ സ്തുതി ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അങ്ങനെ നമ്മൾ മറ്റുള്ളവരെ അഭിവാദനം ചെയ്യുമ്പോൾ നമുക്കും അവർക്കും ദൈവകൃപ കിട്ടുന്നത് പോലെ പരിശുദ്ധ അമ്മ എലിസബത്തിനെ അഭിവാദനം ചെയ്തു. അവൾ സക്കറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. അപ്പോൾ എന്താണ് സംഭവിച്ചത്? അവളുടെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. നോക്കുക, ആത്മാവിന്റെ ജ്വലനം അവിടെ സംഭവിക്കുകയാണ്. ആത്മാവിന്റെ നിറവും അഭിഷേകവും അവിടെ സംഭവിക്കുകയാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് മറിയത്തിന്റെ അഭിവാദനം എലിസബത്തിന്റെ ജീവിതത്തിലേക്ക് നൽകിയ ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത് വളരെ വലുതാണ്. പോസിറ്റീവ് എനർജി നമ്മുടെ സ്വാഭാവികമായ ജീവിതത്തിൽ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈ പോസിറ്റീവ് എനർജി. എന്താണ് ഈ പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ? ദൈവകൃപയുടെ ജ്വലനം, ദൈവകൃപ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയ്ക്കാണ് പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ ദേവാലയത്തിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ഒരു പോസിറ്റീവ് എനർജി തോന്നും. പക്ഷെ നമ്മൾ മറ്റ് സ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേക്കും നമുക്കൊരു അസ്വസ്ഥത, അല്ലേ, ഒരു നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യും. എന്താ ഈ നെഗറ്റീവ് എനർജി? എന്താ? ഉത്തരവൊക്കെ പറഞ്ഞോന്നേ, പേടിക്കണ്ട. എന്താ? പൈശാചിക പീഡ. ചേച്ചിയോട് പറഞ്ഞു കഴിഞ്ഞു, പൈശാചിക പീഡ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ദൈവാത്മാവിനാൽ നിറഞ്ഞ് പോസിറ്റീവ് എനർജി ഉള്ളവരായിട്ട് ദൈവത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്ന അഭിഷേകമുള്ള അനുഗ്രഹമുള്ള കൃപയുള്ള മക്കളായിരിക്കണം. പ്രിയമുള്ളവരെ, ഇത്രയും നേരമായിട്ട് ഞാൻ പറയാതിരുന്നൊരു വാക്കുണ്ട്, അച്ഛൻ കുറെ സമയമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നൊരു വാക്കുണ്ട്. എന്താ? ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ ജീവനില്ലാത്തെ? അപ്പൊ അതേക്കുറിച്ച് പറയുകയാണ്. പലപ്പോഴും ധ്യാന ശുശ്രൂഷകളിൽ നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് ഹല്ലേലൂയ. ഹല്ലേലൂയ എന്ന് നമ്മൾ കേൾക്കുന്നു. പക്ഷെ നമ്മൾ മനസ്സോടെ നമ്മൾ അതിന് മറുപടി കൊടുത്തില്ല എന്നുള്ള രീതിയിൽ അവിടെ ഇരിക്കുന്നു. ചിലർ ചുണ്ടനക്കുന്നു, ചിലർ മിണ്ടുന്നില്ല, ചിലർ ഉറങ്ങുന്നു. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ എന്നുള്ള പദം അത് കേൾക്കുമ്പോൾ നമുക്ക് ചില അസ്വാഭാവികമായിട്ടുള്ള ചില തെറ്റിദ്ധാരണകൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ അല്ലെങ്കിൽ പ്രൈസ് ദ ലോർഡ് എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന് സ്തുതി എന്നാണ്. നമുക്കൊരു ഹല്ലേലൂയ പറഞ്ഞാലോ? ഹല്ലേലൂയ. ചേട്ടന്മാരെ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് 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 ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ എന്ന വാക്ക് നമ്മൾ ചിലരെങ്കിലും പറയുന്ന കേട്ടിട്ടുണ്ട്, ഇത് പെന്തക്കോസ്തുകാരുടെ ഒരു പരിപാടിയാണോ എന്ന്. അല്ല കേട്ടോ, നമ്മൾ അങ്ങനെ തിരിതിരിക്കേണ്ട ആവശ്യമില്ല. അത് അങ്ങനെയുള്ള ഒരു കാര്യമല്ല. അതേക്കുറിച്ച് പറയാം. ഹല്ലേലൂയ എന്ന വാക്ക് നമ്മൾ കൈ ഉയർത്തി പറയുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ നാണവും നമ്മുടെ ആ ഈഗോയും എല്ലാം നമ്മൾ മറന്ന് നമ്മൾ ഹൃദയം തുറന്ന് നമ്മളത് പറയുമ്പോൾ ദൈവത്തിന് സ്തുതി കൊടുക്കുകയും നമ്മുടെ ഹൃദയത്തിൽ എളിമ നിറയുകയും ചെയ്യുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ എളിമ നിറയുകയാണ്. ഈ ഹല്ലേലൂയ എന്നുള്ളത് എന്താണ് എന്ന് നമുക്ക് വെളിപാട് പുസ്തകത്തിന്റെ 19-ാം അധ്യായം 1-ാം തിരുവചനം, വെളിപാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 1-ാം തിരുവചനം. ഇതിനുശേഷം സ്വർഗത്തിൽ വലിയ ജനക്കൂട്ടത്തിൻ്റെത് പോലുള്ള ശക്തമായ സ്വരം ഞാൻ കേട്ടു, ഹല്ലേലൂയ, രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിൻ്റെതാണ്. സ്വർഗത്തിൽ നിന്നും കേട്ട ഈ സ്വരം ആരുടേതാണ്? കർത്താവിൻ്റെ മാലാഹമാരുടെ സ്വകീയ വൃന്ദത്തിൻ്റെ ഒരു സംഗീതത്തിൻ്റെ ഒരു ഫലമാണ് ഈ ഒരു വാക്ക് ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇപ്രകാരം നമ്മൾ ഈ സിമ്പിൾ എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സ് തുറന്ന് അങ്ങ് ചെയ്യുമ്പോഴത്തേക്കും ദൈവകൃപ ജ്വലിക്കും നമ്മളിൽ. പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറഞ്ഞു നിൽക്കും. വലിയ അഭിഷേകത്താൽ നമുക്ക് നിറയാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, പിന്നീട് നമുക്ക് ധ്യാനത്തിലൊക്കെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, സ്തുതിപ്പും ആരാധനയും. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു രീതിയുണ്ട്. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു, അല്ലേ? ഇപ്പം നമ്മൾ സ്തുതിപ്പും പ്രാർത്ഥനയൊക്കെ നടത്തി. ഹെബ്രായ ലേഖനത്തിന്റെ 13-ാം അധ്യായത്തിന്റെ 15-ാം തിരുവചനം നമുക്കൊന്ന് വായിക്കാം. അവനിലൂടെ നമുക്ക് എല്ലായ്പ്പോഴും ദൈവത്തിന് സ്തുതിയുടെ ബലി
അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരങ്ങളുടെ ഫലങ്ങൾ അർപ്പിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിനു വേണ്ടി യാഗങ്ങൾ അർപ്പിക്കുന്നതിന് പകരം നാം അവന് നന്ദിയും സ്തുതിയും ആരാധനയും സമർപ്പിക്കണം എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഈ സ്തുതിപ്പിൻ്റെ ഈ ആരാധനയുടെ ചരിത്രം എന്ന് പറയുന്നത് നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് അന്ത്യ അത്താഴവേളയിൽ സ്ഥാപിക്കപ്പെട്ട വിശുദ്ധ കുർബാന നമ്മുടെ ദൈവാരാധനയുടെ അല്ലെങ്കിൽ സ്തുതിപ്പിൻ്റെ പ്രാർത്ഥനയുടെ കേന്ദ്ര ബിന്ദുവായിട്ട് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ സ്തുതിപ്പും ആരാധനയും ഒക്കെ യഹൂദ പാരമ്പര്യത്തിൽ നിന്നും അതുപോലെ തന്നെ ആദിമ ക്രൈസ്തവരുടെ പ്രാർത്ഥനാ രീതികളിൽ നിന്നും കടന്നു വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. അതുപോലെ തന്നെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ സ്തുതിപ്പിനെ കുറിച്ചും ആരാധനയെക്കുറിച്ചും പറയുന്നുണ്ട്. നമുക്ക് എല്ലാറ്റിലും ദൈവത്തെ കാണാനും ദൈവവുമായി ആഴത്തിലുള്ള ബന്ധം അനുഭവിക്കുവാനും വിശ്വാസികളെ അനുവദിക്കുന്ന ഒരു സജീവ പ്രവർത്തന രൂപമാണ് സ്തുതിയും ആരാധനയും എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണ്. അതുകൊണ്ട് നോക്കുക, ഇത് ബിബ്ലിക്കലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മൾ പെന്തക്കോസ്തുകാരുടെ പരിപാടിയാണെന്നൊന്നും പറയരുത് കേട്ടോ. ഹല്ലേലൂയ പറയുന്നതും സ്തുതിക്കുന്നതും ആരാധിക്കുന്നതൊന്നും നമ്മൾ മടി വിചാരിക്കരുത്. നമ്മൾ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ വലിയ എളിമയിലേക്ക് നമ്മൾ നിറയുമ്പോൾ, നമ്മുടെ ഈഗോയൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുമ്പോൾ, ഞാനെന്ന വിചാരം നമ്മളിൽ നിന്ന് പോകുമ്പോൾ അവിടെ പൈശാചിക പീഡകൾ നമ്മളെ വിട്ടുപോകുകയാണ്. അപ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുവാനും നമ്മുടെ വികാരങ്ങള്, നമ്മുടെ പരാജയത്തിന്റെ മേഖലകള്, നമ്മുടെ പാപ മേഖലകള് കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാനായിട്ടും അവിടെ നമ്മൾ ആ പ്രാർത്ഥന ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ അവിടെ നമുക്ക് ഉത്തരം ലഭിക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, നമ്മൾ ലത്തീൻ കുർബാനയിൽ ഈശോയ്ക്ക് സ്തുതി അർപ്പിക്കുന്നുണ്ട്. എവിടെയാ? നമ്മുടെ കുർബാനയിൽ എവിടെയാ? ഹോശാന പാടുമ്പോൾ അല്ലേ? സീറോ മലബാർ കുർബാനയിൽ നമ്മൾ ഒന്നായി ഉച്ച സ്വരത്തിൽ എന്ന് പറഞ്ഞ് നമ്മൾ പാടുന്നുണ്ടല്ലേ? അതുപോലെ തന്നെ മറ്റു പല ഭാഗങ്ങളിലും സ്തുതിപ്പിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ കുർബാനയിൽ വരുന്നുണ്ട്. നോക്കുക, അതുകൊണ്ട് ഇതെല്ലാം സഭ അംഗീകരിച്ച ബിബ്ലിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് ഈ ചെറിയ കാര്യങ്ങളിലുള്ള തെറ്റിദ്ധാരണകൾ നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നമ്മൾ സ്തുതിച്ച് കർത്താവിനെ ആരാധിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവാഹം നമ്മുടെ ഇടയിലുണ്ടാകും. പരിശുദ്ധാത്മാവിന്റെ പ്രവാഹം നമ്മുടെ ഇടയിലുണ്ടാവും. നമ്മുടെ ആത്മാവ് ആ ഒരു മന്ദീഭവിച്ച ആ ഒരു രീതിയിൽ നിന്നും വലിയ ഉണർവിലേക്ക്, അഭിഷേകത്തിലേക്ക് വരാനായിട്ട് സ്തുതിപ്പും പ്രാർത്ഥനയും നമ്മളെ സഹായിക്കും. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തില് 37-ാം തിരുവചനം നമ്മൾ കാണുന്നുണ്ട്. ഫനുവേലിന്റെ പുത്രിയും ആഷേർ വംശജിയുമായ ആരാണ്? അന്ന. അന്ന എന്ന് പറയുന്ന ഒരു പ്രവാചികയുടെ സ്തുതിപ്പിനെയും പ്രാർത്ഥനയെ കുറിച്ചാണ് പറയുന്നത്. 84 വയസ്സായ ഈ വിധവ ദൈവാലയം വിട്ടുപോകാതെ രാപകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. നോക്കുക, 84 വയസ്സായ ഈ സഹോദരി പ്രവാചിക അവിടെ നിലനിന്നുകൊണ്ട് വസിച്ചുകൊണ്ട് ദൈവത്തിന് ആരാധനയും സ്തുതിയും സമർപ്പിച്ചപ്പോൾ അവിടെ കൃപയുണ്ടായി. പ്രിയമുള്ളവരെ, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ദുഷ്ടാരൂപികളുടെ മേലെ, നമ്മുടെ ശത്രുക്കളുടെ മേല് ആധിപത്യം ലഭിക്കും. നമ്മളെ ഒരു കെണിയിലും വീഴിക്കുവാനായിട്ട് ആർക്കും കഴിയല. കാരണം എന്താ? നമ്മുടെ കൂടെ ആരാ ഉള്ളത്? പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന നമ്മളെ ഒരിക്കലും ഒരു ശത്രുവും കെണിയിൽ വീഴ്ത്തുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, മൂന്നാമത്തെ ഗുണം എന്ന് പറയുന്നത്, നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിച്ചാല് നമ്മുടെ സാഹചര്യങ്ങൾ അനുസരിച്ച് ദൈവം നമുക്ക് അനുഗ്രഹം അല്ലെങ്കിൽ സൗഖ്യം നൽകും. തുടർന്നുള്ള ദിവസങ്ങളിൽ ആരാധനയിലും അതുപോലെ തന്നെ സ്തുതിപ്പിന്റെ സമയത്തും ഒക്കെ നമ്മൾ ഹൃദയം തുറന്ന് നാവിന്റെ ആ ഒരു നിയന്ത്രണമൊക്കെ വിട്ട് 10, 20, 40, 50 പേര്
കേൾക്കുന്ന രീതിയിൽ, അത്രയും അകലത്തിൽ പള്ളിയുടെ പുറത്തേക്ക് കേൾക്കുന്ന രീതിയിൽ നമ്മൾ ഹൃദയം തുറന്ന് ഫ്രീ ആയിട്ട് നമ്മൾ സ്തുതിച്ച് കർത്താവിനെ ആരാധിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഇടയിൽ, നമ്മുടെ കുടുംബത്തില്, നമ്മുടെ രൂപതയില്, നമ്മളായിരിക്കുന്ന പ്രദേശങ്ങളില് വലിയ അനുഗ്രഹങ്ങളും അഭിഷേകങ്ങളും സൗഖ്യങ്ങളും രോഗശാന്തികളും ഉണ്ടാകും. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായത്തിന്റെ 25-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ, നമുക്ക് ഒന്നിച്ചു വായിച്ചാലോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ, വായിച്ചോ, ഒക്കെ വായിച്ചോ, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും, നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും. നമ്മുടെ പഞ്ഞവും വസന്തയും പടയും എല്ലാം മാറും, എല്ലാവിധ പീഡകളും വിട്ടുപോകും സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ. കർത്താവിന് ആരാധന കൊടുക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് നമുക്ക് ഈശോയെ നേടാനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ എന്താ നമുക്ക് പ്രയോജനം? നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ഈശോയെ കൊടുക്കാനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം കൊണ്ട്, നമ്മുടെ വിശ്വാസ പരിശീലനം കൊണ്ട് എന്താണ് പ്രയോജനം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് എവിടെയാണ് നമുക്ക് പോരായ്മ വന്നു പോയത്? ദൈവത്തെ സ്വീകരിക്കുവാനും ദൈവത്തിന്റെ വചനം സ്വീകരിക്കുവാനും നമ്മുടെ ഹൃദയങ്ങൾ ഒരുങ്ങണം. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ എനർജി, ഈ ശക്തി, ഈ ആരോഗ്യമെല്ലാം നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് നമ്മൾ കർത്താവിന് ആരാധന അർപ്പിക്കുവാനായിട്ട്, അവന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട്, ജീവിക്കുവാനായിട്ട് ഉപയോഗിക്കുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നിന്നും എല്ലാ അസ്വസ്ഥതയും വിട്ടുപോകും. സാഹചര്യങ്ങൾ അനുസരിച്ച് ദൈവം നമുക്ക് സൗഖ്യവും അനുഗ്രഹങ്ങളും വർഷിക്കും. സ്തുതിച്ചു പ്രാർത്ഥിക്കുമ്പോൾ നാലാമത് കിട്ടുന്ന ഒരു അനുഗ്രഹമുണ്ട്, ഗുണമുണ്ട്. ആന്തരിക നേത്രങ്ങൾ തുറക്കപ്പെടും. We will open our inner eyes. പ്രിയമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 37 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നു. ലൂക്ക 1:37 എന്താണ്? ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, കൊഞ്ചു വായിച്ചാലോ, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ ആന്തരിക നേത്രം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറഞ്ഞ് വലിയൊരു തുറവിയിലേക്ക് വന്നപ്പോൾ, എളിമയെന്ന പുണ്യം അമ്മയുടെ ജീവിതത്തിൽ നിറയപ്പെട്ടപ്പോൾ അമ്മയിൽ നിന്നുണ്ടായ ദൈവകൃപയുടെ ഒഴുക്ക് നമ്മൾ കാണുകയാണ്. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് ദൈവം ഏൽപ്പിച്ച ആ വലിയ ഉത്തരവാദിത്വം, രക്ഷകന് വരുവാനായിട്ട് അമ്മയുടെ ഉദരം തയ്യാറായി കഴിഞ്ഞു. പ്രിയമുള്ളവരെ, അടുത്തൊരു ഗുണമെന്ന് പറയുന്നത്, 5-ാമത്തെ ഗുണം, സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിച്ചാല് പൈശാചിക പീഡകൾ വിട്ടുപോകും. നമ്മളിപ്പോൾ വെഞ്ചിരിപ്പ് ശുശ്രൂഷ നടത്തി, സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ വെഞ്ചിരിച്ചു. നമ്മളൊരു സാക്ഷ്യം കേട്ടു, വെഞ്ചിരിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? അമ്മച്ചിയുടെ എന്താ പറഞ്ഞു? ഒക്കെ പറഞ്ഞു, മുഴ അങ്ങ് സുഖമായി. നോക്കുക, വെഞ്ചിരിപ്പിനൊക്കെ നല്ല പവറാണ്. പക്ഷെ നമ്മളിത് വിശ്വാസത്തിന്റെ കണ്ണുകളിലൂടെ മാത്രം ദർശിച്ചാൽ മാത്രമേ നമുക്ക് ഇതിന്റെ ഫലം അനുഭവിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അതുകൊണ്ട് വിശ്വാസത്തിന്റെ കണ്ണുകളിലൂടെ നമുക്കിത് കാണുവാനും അനുഭവിക്കുവാനും കഴിയണം. പ്രിയമുള്ളവരെ, 6-ാമത്തെ ഗുണമെന്ന് പറയുന്നത്, നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിച്ചാൽ ആന്തരിക മുറിവുകൾ സുഖപ്പെടും. ഇന്നർ ഹീലിംഗ് നമുക്കെല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ്. ആന്തരികമായ മുറിവുകൾ നമ്മുടെ കുഞ്ഞുനാൾ മുതൽ, അല്ലെങ്കിൽ അമ്മയുടെ ഉദരത്തിൽ ആയിരുന്ന അവസ്ഥ മുതൽ നമ്മൾ ജീവിച്ചു വളർന്നു വന്ന സാഹചര്യങ്ങളിലൂടെ നമുക്കുണ്ടായ വേദനകൾ, പ്രയാസങ്ങൾ, ആഘാതങ്ങൾ, പരാജയങ്ങൾ, തടസ്സങ്ങൾ എല്ലാം വലിയ മുറിവുകളായിട്ട് നമ്മുടെ ഹൃദയത്തിലുണ്ട്, അല്ലേ? പലപ്പോഴും പല ദുരനുഭവങ്ങളും നമ്മളെ വേദനിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ധ്യാനത്തിൽ സംബന്ധിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ, എൻ്റെ ആന്തരിക മുറിവുകൾ നീ സുഖപ്പെടുത്തണമേ. അതുകൊണ്ട് നമ്മൾ സ്തുതിയും ആരാധനയും അർപ്പിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ കർത്താവിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് ആന്തരിക സൗഖ്യം ലഭിക്കും. ആന്തരിക സൗഖ്യം ലഭിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങള് അഭിഷേകത്താൽ, അനുഗ്രഹത്താൽ, സൗഖ്യത്താൽ, കൃപയാൽ നിറയും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, 7-ാമത്തെ ഗുണമെന്ന് പറയുന്നത്, സ്തുതിച്ച് പ്രാർത്ഥിച്ചാല് നമുക്ക് നീതി സ്ഥാപിച്ചു കിട്ടും. നീതി സ്ഥാപിച്ചു കിട്ടും. സങ്കീർത്തനങ്ങൾ 35:27, 35-ാം സങ്കീർത്തനം 27-ാം തിരുവചനം, എന്റെ നീതി സ്ഥാപിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ആനന്ദിച്ച് ആർപ്പിടട്ടെ.
നമ്മൾ പലപ്പോഴും അനീതിക്ക് മാത്രമായിട്ട് പീഡ അനുഭവിക്കുന്നവരാണ്, അല്ലേ? വിഷമങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. കേസ്, പ്രശ്നം, പ്രതിസന്ധി. പ്രിയമുള്ളവരെ, കർത്താവിന് നമ്മളെ തന്നെ സമർപ്പിച്ച് എൻ്റെ നീതി സ്ഥാപിച്ചു കിട്ടാൻ. ആരുടെ നീതിയാ? ദൈവത്തിന്റെ നീതി സ്ഥാപിച്ചു കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്നവർ ആനന്ദിച്ച് ആർപ്പിടട്ടെ. ഹൃദയം തുറന്ന് അലമുറയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കണ്ണുനീര് കർത്താവിന്റെ സന്നിധിയിൽ പരിഗണിക്കപ്പെടും. തന്റെ ദാസന്റെ ശ്രേയസിൽ സന്തോഷിക്കുന്ന കർത്താവ് വലിയവനാണ് എന്ന് അവർ എന്നും പറയുമാറാകട്ടെ. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറയാമോ? ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ വേറെ ഒരു കാര്യത്തിലേക്ക് പോകുമ്പോൾ, നമ്മൾ പലപ്പോഴും നമ്മൾ അഭിസംബോധന ചെയ്യുമ്പോൾ, നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് പലരുടെയും പേരറിയത്തില്ല, അല്ലേ? ഇപ്പം നമ്മൾ അയലോക്കത്തുള്ള ആളുകളോ അവിടെയൊക്കെ പേരറിയാമായിരിക്കും, പക്ഷെങ്കിൽ പലപ്പോഴും നമ്മുടെ വികാരിച്ചൻ്റെ പേരറിയത്തില്ല, അല്ലെങ്കിൽ കൂട്ടത്തിൽ പഠിക്കുന്ന ആളുകളുടെ പേരറിയത്തില്ല, അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ പേരറിയത്തില്ല. പ്രിയമുള്ളവരെ, ആളുകളെ പേര് വിളിച്ച് സംസാരിക്കുന്നതിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു നമ്മൾ ആദ്യം പറഞ്ഞ പോസിറ്റീവ് എനർജി ഉണ്ട്. നമ്മൾ ആളുകളെ പേര് വിളിച്ച് സംസാരിക്കുമ്പോൾ അവരെ നമ്മൾ കരുതുകയാണ്. വി കെയർ ഫോർ ദം. ഐ കെയർ ഫോർ യു, ഐ ലവ് യു. നമുക്ക് അവരെക്കുറിച്ചൊരു പരിഗണന ഉണ്ടെന്നുള്ളതാണ്. ഞാൻ ഓർക്കുന്നു, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഞങ്ങൾക്കൊരു പ്രൊഫസർ ഉണ്ടായിരുന്നു, ഒരു അച്ഛൻ. 400ഓളം ആളുകൾ, ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ പഠിച്ചിരുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് സെന്റ് പീറ്റേഴ്സ് പോണ്ടിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ബാംഗ്ലൂർ. എബ്രഹാം ഗിരിരാജു എന്ന് പറയുന്ന അച്ഛൻ എല്ലാ സ്റ്റുഡൻസിൻ്റെയും പേര് വിളിച്ച് സംസാരിക്കും. പേര് വിളിച്ച് സംസാരിക്കുമ്പോൾ ഞങ്ങൾക്കെല്ലാം ഭയങ്കര സന്തോഷമാണ്. എന്താണ് അതിൻ്റെ അർത്ഥം? വെൻ വി കോൾ സമ്മൺ ബൈ ദെയർ നെയിം, അവരെ നമ്മൾ പേര് വിളിച്ച് സംസാരിക്കുമ്പോൾ അവർക്കൊരു സന്തോഷമാണ്. ഓ, ഈ വ്യക്തിക്ക് എൻ്റെ പേരറിയാമല്ലോ, ഹി കെയർസ് ഫോർ മീ. എന്നെ ഒരു കരുതുന്ന വ്യക്തിയാണല്ലോ, എന്നെ പരിചയമുണ്ടല്ലോ, എന്നോട് സ്നേഹമുണ്ടല്ലോ. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ സമുദായത്തിൽ നമ്മൾ സിമ്പിൾ എന്ന് വിചാരിക്കുന്ന ഈ കാര്യങ്ങൾ, പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ സമുദായത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കാനായിട്ടുള്ള ചില സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ആളുകളുടെ പേര് പഠിച്ച് അവരെ പേര് വിളിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ ആ ഒരു ഐക്യം വളരും. നമ്മൾ ബൈബിളിൽ പ്രത്യേകമായിട്ട് ഈശോ ആളുകളെ പേര് വിളിച്ച് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 41-ാം തിരുവചനം. 10-ാം അധ്യായത്തിന്റെ 41. 10-ാം അധ്യായത്തിൽ നമ്മൾ ആരെയാണ് കാണുന്നത്? മർത്താ മറിയം. അവരുടെ വീട്ടിലേക്ക് ഈശോ ചെല്ലുകയാണ്. അപ്പോൾ കർത്താവ് അവളോട് പറയുകയാണ്, മർത്താ മർത്ത. എന്താ വിളിച്ചേ? പേര് വിളിച്ചു. ഈശോ എന്ന് വിളിച്ചില്ല, പേര് വിളിച്ചു. മർത്ത മർത്ത, നീ പലതിനെ കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. കാരണം എന്താണ്? ഈശോ അങ്ങനെ വിളിക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാല് മർത്തായെ കുറിച്ചുള്ള ഒരു കരുതൽ ഈശോയ്ക്ക് ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഇതുപോലെ നമ്മളെ കുറിച്ചും ഈശോയ്ക്ക് കരുതലുണ്ട്. ആ ഒരു സ്നേഹത്തിന്റെ അടയാളമാണ് നമ്മൾ കുരിശിൽ കാണുന്നത്. പ്രിയമുള്ളവരെ, അതുപോലെ തന്നെ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 31-ാം തിരുവചനത്തില് നമ്മൾ വായിക്കുന്നു, ശിമയോൻ ശിമയോൻ എന്നുള്ള വിളി. ശിമയോൻ ശിമയോൻ. ലൂക്ക 22:31. ശിമയോൻ ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതവിടെ വന്നിട്ടില്ല എങ്കിലും അദ്ദേഹം പറഞ്ഞു, നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആരാ പ്രാർത്ഥിച്ചത്? ഈശോ. ആർക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ? ശിമയോന് വേണ്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുപോലെ തന്നെ അപ്പസ്തോല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായം 1 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങളിൽ, പ്രത്യേകിച്ച് 4-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നു സാവൂൾ സാവൂൾ എന്നുള്ള വിളി. 4-ാം തിരുവചനം നമുക്ക്, അവൻ നിലം പതിച്ചു, ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടു, സാവൂൾ സാവൂൾ, നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നോ? നോക്കുക, ഈ സാവൂൾ ആരായി തീർന്നു? ആരായി തീർന്നു? പൗലോസായി തീർന്നു. അപ്പോ ഈശോയ്ക്ക് ഈ വ്യക്തിയോട് കെയർ ഉണ്ടായിരുന്നോ? കരുതൽ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്
ഇവരെയൊക്കെ പേര് ചൊല്ലി വിളിക്കുന്നത് സാവൂൾ സാവൂൾ നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ആലയത്തിലായിരിക്കുമ്പോഴും നമ്മുടെ പേര് വിളിച്ച് ഈശോ ചോദിക്കുകയാണ്, ജോസഫ് ജോസഫ് നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നു? ഞാൻ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്, നിന്നെ എന്നോട് ഞാൻ ചേർത്ത് വയ്ക്കുകയാണ്. പ്രിയമുള്ളവരെ, പേര് വിളിക്കുന്നത് പറയുവാനായിട്ട്, ശ്രോതാവിന്റെ ശ്രദ്ധ ക്ഷണിക്കുവാനായിട്ടും അവരെ കേൾക്കുവാനായിട്ടും അവർ നമ്മളെ കേൾക്കുവാനും ഒക്കെ ആയിട്ട് കാര്യമാകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കത്തോലിക്ക വിശ്വാസത്തിന്റെ മറ്റൊരു പ്രാക്ടീസാണ്, അല്ലെങ്കിൽ ഒരു ശൈലിയാണ് കുരിശു വരച്ച് പ്രാർത്ഥിക്കുക. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. സന്ധ്യമണി അടിച്ചപ്പോഴത്തേക്കും ഭൂരിഭാഗം പേരും നെറ്റിയെ കുരിശ് വരയ്ക്കുന്ന കാണാനായിട്ട് കഴിഞ്ഞു. നോക്കുക, സിമ്പിൾ എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്നും ഇത് അറിയത്തില്ല, അല്ലേ? സന്ധ്യമണി അടിക്കുമ്പോഴത്തേക്കും എന്ത് ചെയ്യണമെന്നുള്ളത്, അല്ലേ? കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. ആർക്കു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പ്രിയമുള്ളവരെ? സന്ധ്യമണി അടിച്ചപ്പോൾ ആർക്കു വേണ്ടി പ്രാർത്ഥിച്ചേ? ആർക്കു വേണ്ടി പ്രാർത്ഥിച്ചേ? ചേച്ചി പറഞ്ഞോ? മരിച്ചുപോയ വിശ്വാസികൾക്ക് വേണ്ടി. ആണോ 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 വികാരിച്ച? നിങ്ങൾക്ക് അറിയത്തില്ലേ? പ്രിയമുള്ളവർ എന്തോ കേൾക്കത്തില്ല. പ്രിയമുള്ളവരെ, നമ്മൾ കുരിശു വരയ്ക്കാനായിട്ട് പഠിക്കണം. നിങ്ങളെല്ലാവരും കൂടി ഒന്ന് കുരിശു വരയ്ക്കാവോ? നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചൊന്ന് കുരിശു വരയ്ക്കാം. സിമ്പിൾ എന്ന് തോന്നുന്ന കാര്യങ്ങൾ, പക്ഷെ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു എങ്ങനെയാണ് കുരിശു വരയ്ക്കേണ്ടതെന്ന്. നിങ്ങളെല്ലാവരും ചേർന്ന് ഉച്ചത്തിൽ നമുക്ക് ആ പ്രാർത്ഥനയൊന്ന് പറഞ്ഞ് ഒന്നിച്ചൊന്ന് കുരിശു വരച്ചാലോ? തുടങ്ങിക്കോ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക, ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നിങ്ങൾ നല്ല ആളുകളാട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എല്ലാവരും നന്നായിട്ട് കുരിശ് വരച്ചു. പ്രിയമുള്ളവരെ, നമ്മൾ ഇതിനോടകം പല കാര്യങ്ങളും കേട്ട് കഴിഞ്ഞു. മേൽപ്പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്താണെന്ന് അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ബെനഫിറ്റുകളും കൂടെ പറയുകയാണ്. സ്തുതി നമ്മൾ ചൊല്ലുന്നതോടുകൂടി ദൈവത്തിന് മഹത്വം നൽകുന്നു. അതുപോലെ തന്നെ ഹല്ലേലൂയ പറയുമ്പോൾ നമ്മൾ ദൈവത്തിന് മഹത്വം നൽകുന്നു. അതുപോലെ തന്നെ നമ്മളിലൂടെ ഒരു വചനപ്രഘോഷണം സംഭവിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരെ പേരെടുത്ത് വിളിച്ച് സംസാരിക്കുമ്പോൾ പരസ്പരം സ്നേഹിക്കാനായിട്ട്, അവരെ പരിഗണിക്കുവാനായിട്ടുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കുകയാണ്. അതുപോലെ തന്നെ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? നമുക്ക് വിടുതൽ ലഭിക്കുകയാണ്, ഡെലിവറൻസ് സംഭവിക്കുകയാണ്. ഡെലിവറൻസ്, പൈശാചിക പീഡകളിൽ നിന്നുള്ള വിടുതൽ നമ്മൾ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആ ഒരു വിടുതൽ ലഭിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കത്തോലിക്കര് പരസ്പരം സ്തുതി ചെല്ലുകയല്ലാത്ത ആ ഒരു അവസ്ഥ മാറുമ്പോൾ നമ്മുടെ സമുദായവും നമ്മുടെ സ്നേഹവും ഒക്കെ അങ്ങോട്ട് വർദ്ധിക്കും, നമ്മളിലേക്ക് ദൈവകൃപ അങ്ങോട്ട് നിറയും. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് ഈ ധ്യാന ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. എന്തിനാണ് ധ്യാനിക്കുന്നത്? റിട്രീറ്റ് ഈസ് ടു ടേക്ക് എ ബ്രേക്ക് ഫ്രം അവർ ഡെയിലി റൊട്ടീൻ, ടു റെസ്റ്റ് ആൻഡ് ടു റിലാക്സ്. നമ്മുടെ സ്വാഭാവികമായ അനുദിന ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഒരു റിലാക്സേഷൻ അല്ലെങ്കിൽ ഒരു റെസ്റ്റ് നമ്മുടെ മനസ്സിനും ശരീരത്തിനും കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആ ഒരു സമയമാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സിന് വിശ്രമം, നമ്മുടെ ശരീരത്തിനും ആത്മാവിനും നമ്മൾ വിശ്രമം നൽകണം. നമ്മുടെ ജീവിതം ഇന്ന് പല അവസരങ്ങളിലും പലയിടങ്ങളിലും സ്റ്റക്കായിട്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള പ്രതിസന്ധികളോടെ, അവസ്ഥകളിലൂടെ, നമ്മൾ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു മന്ദതയിലൂടെ, ഒരു ചില സന്നിഗ്ധാവസ്ഥകളിലൂടെ, നിരാശയിലൂടെ, പ്രതിസന്ധികളിലൂടെ, അങ്ങനെയുള്ള വേദന നിറഞ്ഞ ചില സ്ഥിതികളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സിനും ശരീരത്തിനും ഒരു റെസ്റ്റ് ആവശ്യമാണ്. നമുക്കറിയാം, റിസർവായ ഒരു ബൈക്കിന്റെ അവസ്ഥ എന്താണ്? റിസർവ് ആയി കഴിഞ്ഞാൽ എന്താ? ചേട്ടന്മാർക്ക് അത് കൃത്യമായിട്ട് അറിയാം. എന്താ അവസ്ഥ? അതിന്റെ എണ്ണ തീർന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? റിസർവ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എന്താ ചെയ്യണ്ടേ? എണ്ണ അടിക്കണം. എന്നെ ഒന്നും മിണ്ടാതിരിക്കുന്നേ. ഹല്ലേലൂയ. പിണക്കമാണോ എന്നോട്? പിണക്കമാണോ? ഹല്ലേലൂയ. റിസർവായ ബൈക്കിന്റെ അവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിനും. പ്രിയമുള്ളവരെ, റിസർവായ ബൈക്കിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മീയ ജീവിതം ഇതുപോലെയാണ്. പെട്ടെന്ന് അങ്ങ് നിന്നു പോകും എണ്ണ അടിച്ചില്ലെങ്കിൽ, അല്ലേ?
നമ്മൾ റിസർവായ ബൈക്ക്, എണ്ണ തീരാറായ ബൈക്കും കൊണ്ട് ട്രാഫിക് ബ്ലോക്കിലൊക്കെ നിൽക്കുമ്പോഴത്തേക്കും, പ്രത്യേകിച്ച് ബാംഗ്ലൂർ സിറ്റി, കൊച്ചിയിൽ അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴത്തേക്കും എണ്ണ തീർന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ കിടക്കും അല്ലേ, പിന്നെ പെട്രോൾ പമ്പിലേക്ക് നമ്മൾ തള്ളിക്കൊണ്ട് പോകണം. ഇതുപോലെയാണ് നമ്മുടെ ജീവിതവും. റിസർവായ അവസ്ഥയിൽ നിൽക്കുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവാനുഗ്രഹം, ദൈവകൃപ, അഭിഷേകങ്ങള്, അനുഗ്രഹങ്ങള്, കൂദാശകള്, പാപബോധം, പശ്ചാത്താപം എല്ലാം കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ പ്രകാശത്തിന്റെ, അഭിഷേകത്തിന്റെ, അനുഗ്രഹത്തിന്റെ ആ ഒരു ഇന്ധനം നിറയ്ക്കപ്പെടുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതം എത്ര കിലോമീറ്റർ വേണമെങ്കിലും, എത്ര വയസ്സ് വരെ വേണമെങ്കിലും മുന്നോട്ട് പോകുവാൻ തക്ക വിധത്തില് ഓടിക്കോളും. പേടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് എണ്ണ അടിക്കാനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. എവിടെ? കർത്താവിന്റെ ആലയത്തിലേക്ക്. എന്തെണ്ണയാണ്? ആത്മീയമായ എണ്ണ. ആത്മീയതയുടെ, വിശുദ്ധിയുടെ, പവിത്രതയുടെ, കൃപയുടെ, അഭിഷേകത്തിന്റെ ആ ഒരു ഇന്ധനം നമ്മുടെ ഹൃദയത്തിലേക്ക് നിറയ്ക്കുവാനായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. ഞാൻ ഓർക്കുന്നു, പണ്ടൊക്കെ നമ്മുടെയൊക്കെ സിസ്റ്റേഴ്സൊക്കെ, പ്രായമായ സിസ്റ്റേഴ്സൊക്കെ, ഞാൻ കുഞ്ഞുനാളിൽ വേദന പഠിക്കുന്ന അവസരങ്ങളിലൊക്കെ സിസ്റ്റേഴ്സ് ഇങ്ങനെ മുഖമൊക്കെ മറച്ച് ഉള്ള പ്രായമായ സിസ്റ്റേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മഠത്തിലൊക്കെ ഇരുന്ന് അവർ ചെയ്യുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. കൊന്ത ഉരുട്ടി 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 പ്രാർത്ഥിക്കും. കൊന്ത ഉരുട്ടി പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ ഇപ്പോഴും നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിയാം. അമ്മച്ചിമാരൊക്കെ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്ന കാണുമ്പോഴത്തേക്കും വലിയൊരു സന്തോഷമാണ്. പക്ഷെ പ്രിയമുള്ളവരെ, ഇന്ന് കാലം പുരോഗമിച്ച് മുന്നോട്ട് പോകും തോറും കൊന്ത കരസ്ഥമാക്കിയിരുന്ന നമ്മുടെ കരങ്ങള് മറ്റൊരു സാധനം കൈവശമാക്കിയിട്ടുണ്ട്. എന്താണത്? മൊബൈൽ ഫോൺ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ പറയാമോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, തമ്പുരാൻ ഇരിക്കേണ്ടിടത്ത് നമ്മൾ തമ്പുരാന് സ്ഥാനം കൊടുത്തില്ലെങ്കിൽ അവിടെ പിശാച് കയറിയിരിക്കും. നമ്മുടെയൊക്കെ കുടുംബങ്ങളില്, കിടപ്പറയില് പ്രിയമുള്ളവരെ, പലപ്പോഴും മൊബൈൽ ഫോൺ കൊണ്ടുവച്ചിട്ട് നമ്മൾ ആ മൊബൈലിൽ നോക്കിയിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, അവിടെ നമ്മൾ ആരെയാണ് കയറ്റി വെക്കുന്നത്? പിശാചിനെയാണ് കയറ്റി വെക്കുന്നത്. പരസ്പരം കമ്മ്യൂണിക്കേഷൻ ഇല്ല, പരസ്പരം സംസാരമില്ല. ജോലി കഴിഞ്ഞ് വന്നാൽ ഉടൻ തന്നെ മൊബൈൽ കയ്യിലേക്ക് എടുക്കുന്നു, അതിൽ നോക്കിയിരിക്കുകയാണ്. ഇവിടെ ഒരു പിക്ചർ കണ്ടു, മൊബൈലെ നോക്കി നോക്കി ഇവിടെ സ്പ്രിങ് ഇടേണ്ട അവസ്ഥ വന്ന പോലെയുള്ള ആൾക്കാർ മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് നമുക്ക് കുനിഞ്ഞ് നോക്കി നോക്കി പെടലി വളഞ്ഞു പോയി. ഇതുപോലെ പ്രിയമുള്ളവരെ, മൊബൈൽ ഫോൺ നമ്മുടെ ജീവിതത്തെ ഇന്ന് കൈയടക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തമ്പുരാൻ ഇരിക്കേണ്ടിടത്ത് തമ്പുരാന് നമ്മൾ സ്ഥാനം കൊടുക്കണം. വചനം കേൾക്കേണ്ടിടത്ത് നമ്മൾ വചനം കേൾക്കണം, പ്രഘോഷിക്കണം, ജീവിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അത് പറഞ്ഞു കൊടുക്കണം. കുടുംബങ്ങളിൽ വചനം വായിക്കണം, കുടുംബങ്ങളിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഹൃദയം തുറന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. കൈകൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്ത്യാനിയുടെ സ്വാഭാവികമായ ജീവിത ശൈലികളിലേക്ക് ഇന്ന് അസ്വാഭാവികമായ പല കാര്യങ്ങളും കടന്നു വന്നു കഴിഞ്ഞിരിക്കുന്നു. നമ്മളിൽ എത്ര പേർക്ക് ബൈബിള് പറയാനായിട്ട് നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള സംഭാഷണത്തിൽ താല്പര്യമുണ്ട്? നമ്മളൊരു കടയിൽ പോയി സാധനം മേടിക്കാനായിട്ട്, അവിടെ ബൈബിള് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ഒരാളെ കണ്ടു, നമ്മൾ അവിടെ ബൈബിള് പറയാറുണ്ടോ? ഇല്ല. നമ്മളൊരു വീട്ടിൽ വിരുന്നിന് ചെന്നു, അവിടെ ബൈബിളിലെ കാര്യങ്ങൾ സംസാരിക്കാറുണ്ടോ? ഇല്ല. ആരെങ്കിലും അഥവാ പറഞ്ഞാൽ തന്നെ, ഇപ്പം ധ്യാനം കൂടിയ അനുഭവം, നമ്മൾ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ഒരാൾ പറഞ്ഞു, നമുക്ക് പുച്ഛം തോന്നും അല്ലേ? നോക്കുക പ്രിയമുള്ളവരെ, ബൈബിളിലെ മർത്തായെക്കുറിച്ചും മറിയത്തെക്കുറിച്ചും സക്കേവൂസിനെ കുറിച്ചും പരിശുദ്ധ അമ്മയെക്കുറിച്ചും പത്രോസിനെ കുറിച്ചും അതുപോലെ തന്നെ പൗലോസിനെ കുറിച്ചും ഒക്കെ നമ്മുടെ സ്വാഭാവിക ജീവിതത്തിൽ സ്വാഭാവികമായ സംസാര രീതികളിൽ പറയുവാനായിട്ട് നമുക്ക് മടിയാണ്. ബൈബിൾ കഥകൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ട് നമുക്ക് മടിയാണ്, നമുക്ക് ചമ്മലാണ്. നമ്മുടെ ഈഗോ ഇതിനൊന്നും അനുവദിക്കുന്നില്ല. ഓ ബൈബിളോ, ഓ അതൊക്കെ പള്ളിയിൽ വെച്ചേക്കാം. വീട്ടിൽ പൊടി പിടിച്ചിരിക്കുന്ന ബൈബിളൊക്കെ നമ്മൾ എടുത്ത് ഉപയോഗിക്കണം. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ നമ്മൾ ഇതൊന്നും ഉപയോഗിച്ചില്ലെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തെ പ്രതിഷ്ഠിക്കേണ്ടിടത്ത് ചെകുത്താൻ കയറിയിരിക്കും. പോസിറ്റീവ് എനർജി വരേണ്ടിടത്ത് നെഗറ്റീവ് എനർജി വരും. നമ്മുടെ കുടുംബങ്ങളിലെ ക്രമ നഷ്ടപ്പെട്ടു പോകും. ജീവിതം അത് ഒരു അഭിഷേകമില്ലാതെ പോകും, കൃപയില്ലാതെ പോകും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ സ്വാഭാവികമായ ജീവിതത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ വായിലേക്ക് വരുന്നത്? കുറ്റം പറയാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? ചേച്ചിമാരെ, നിങ്ങൾ കുറ്റം പറയുമോ? ചിലപ്പോഴൊക്കെ അല്ലേ?
നമ്മൾ ചിലപ്പോൾ മിക്കവാറും തന്നെ നമുക്ക് മറ്റുള്ളവരെ കുറിച്ച് പറയാനായിട്ട് ഭയങ്കര താല്പര്യമാണ്. മറ്റുള്ളവരെ കുറിച്ച് അവരുടെ കുറവ് പറയാനായിട്ട്, അവർക്ക് ഇന്നത് കുഴപ്പമുണ്ട് കേട്ടോ, ഇന്ന കുഴപ്പമുണ്ട്, ഇന്ന പ്രശ്നമുണ്ട് എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് ഭയങ്കര ആവേശമാണ്. നോക്കുക, ക്രിസ്ത്യാനികളായ നമ്മള്, അതാരുമായിക്കൊള്ളട്ടെ, ക്രിസ്ത്യാനികളല്ല മറ്റേത് മതസ്ഥരായിരുന്നാലും, നമ്മള് ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള വിമർശനങ്ങള്, അപവാദങ്ങള്, നമ്മുടെ നാവിന്റെ ദുരുപയോഗം ചെയ്യുമ്പോൾ, സംഭവിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ, നമ്മുടെ ഹൃദയത്തിലെ ദൈവകൃപ നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ക്രിസ്ത്യാനികളായ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക് നമ്മൾ സിമ്പിൾ എന്ന് തോന്നുന്ന കാര്യങ്ങൾ, നമ്മുടെ വിശുദ്ധ അൽഫോൻസ, വിശുദ്ധ മദർ തെരേസ പറഞ്ഞതുപോലെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങള് മഹത്വരമായ രീതിയിൽ ചെയ്യാനായിട്ട് പഠിക്കണം, ചിന്തിക്കാനായിട്ട് പഠിക്കണം. അതുകൊണ്ട് ബൈബിളിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം. ധ്യാനം കൂടുമ്പോൾ ബൈബിൾ കൊണ്ടുവന്ന് എത്ര പേരുണ്ടോന്ന് കൈവക്കിക്കേ. നോക്കുക, വെരി ഗുഡ്, വെരി ഗുഡ്. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. കുറച്ച് പേര് കൊണ്ടുവന്നിട്ടുണ്ട്. നാളെ മുതൽ നിങ്ങൾ ബൈബിള് കൊണ്ടുവരണം. പ്രിയമുള്ളവരെ, ഇടവകയിൽ വാർഷികധ്യാനമൊക്കെ നടക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ ബൈബിളിന്, വചനത്തിന് ഇടവക പള്ളി കാണാനായിട്ട് ആഗ്രഹമുണ്ട്, കൊണ്ടുവരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിളിന്റെ ഫുൾ ഫോം എന്താണെന്നറിയാവോ? ബേസിക് ഇൻഫർമേഷൻ ബിഫോർ ലീവിങ് ദി എർത്ത്. നമ്മുടെയൊക്കെ ഇടവകളിൽ ചരമ അല്ലെങ്കിൽ മരിച്ചടക്കൊക്കെ നടത്താറുണ്ടല്ലേ. മരിച്ചടക്കൊക്കെ നടത്തുമ്പോഴത്തേക്കും പൊതുവെ വികാരിയച്ചന്മാര് ചരമപ്രസംഗമൊക്കെ പറയും അല്ലേ. ഇവിടെ ഉണ്ടോ അങ്ങനെ? ചരമപ്രസംഗമൊക്കെ പറയുമ്പോഴത്തേക്ക് മരിച്ചു കിടക്കുന്ന ആളെ കുറിച്ച്, ഈ വ്യക്തി ഒരു മഹാനായിരുന്നു, അദ്ദേഹം ഇന്ന കാര്യങ്ങൾ ചെയ്തു, മക്കൾക്ക് വേണ്ടി ത്യാഗം അനുഷ്ഠിച്ചു. അപ്പം ഈ കിടക്കുന്ന വ്യക്തിയുടെ ആത്മാവ് ചിന്തിക്കുകയാണ്, എൻ്റെ കർത്താവേ, ഞാൻ ഈ ഭൂമിയിൽ 70 കൊല്ലം 90 കൊല്ലം ജീവിച്ചിട്ട് അങ്ങയുടെ വചനം ഒരു തവണ പോലും എനിക്ക് വായിക്കാൻ പറ്റിയില്ല. നോക്കുക പ്രിയമുള്ളവരെ, നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു പോകുന്നതിന് മുമ്പായിട്ട് ബൈബിൾ ഒരു തവണയെങ്കിലും ഒന്ന് വായിക്കണം. വായിക്കും എന്ന് തീരുമാനമെടുത്ത ആളുകളൊന്ന് കൈവക്കിക്കേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ബേസിക് ഇൻഫർമേഷൻ ബിഫോർ ലീവിങ് ദി എർത്ത്. ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുൻപ് നമ്മുടെ ജീവിതത്തിന്റെ ബേസിക് ആയിട്ടുള്ള, അടിസ്ഥാനപരമായിട്ടുള്ള ആ വിവരങ്ങൾ വചനത്തിലൂടെ ഈശോ നൽകുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ നമ്മളത് വായിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ധ്യാനം കൂടുമ്പോൾ നമ്മൾ ചവിട്ടിക്കയറേണ്ട 3 പടികളുണ്ട്, 2-3 പടികളുണ്ട്. ഒന്ന്, സ്വസ്ഥമായിരിക്കുക, വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുക. പിടിച്ച് മനസ്സെല്ലാം ഇങ്ങനെ വലിയ റിജിഡാക്കി വെച്ച്, ഞാൻ സ്തുതി പറയേല, വാ തുറന്ന് ഹല്ലേലൂയ പറയേല, എന്തും വരട്ടെ, ഞാൻ വിട്ടുകൊടുക്കുകയില്ല, അങ്ങനെ നമ്മൾ റിജിഡായിട്ട് ഇരിക്കരുത്. വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കണം. ഫീൽ ഫ്രീ, എളിമപ്പെട്ട് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നമ്മൾ അങ്ങനെ വിട്ടുകൊടുത്ത് പ്രാർത്ഥിച്ചില്ലെങ്കിലുണ്ടല്ലോ, ആത്മാവിന്റെ അഭിഷേകം ഉണ്ടാകുകയില്ല. നമ്മൾ എളിമപ്പെടണം. കർത്താവേ, ഞാനൊരു പാപിയാണ്, അവിടുന്ന് എൻ്റെ മേൽ കരുണയായിരിക്കണമേ, എൻ്റെ ജീവിതത്തിൽ ഇടപെടണമേ, എൻ്റെ കുടുംബത്തിൽ ഇടപെടണമേ, എൻ്റെ രോഗത്തിന്റെ പീഡകളിലേക്ക്, എൻ്റെ കുടുംബത്തിലെ കടബാധ്യതകളിലേക്ക്, എൻ്റെ മക്കളുടെ ജീവിതത്തിലേക്ക്, അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിലേക്ക്, തകർച്ചകളിലേക്ക് യേശുവേ നീ ഇടപെടണമേ എന്ന് നമ്മൾ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ, വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം ഇടപെടും. ഹല്ലേലൂയ. ഇതെന്താ പറഞ്ഞേ? ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, വിശ്വാസത്തോടെ വചനം കേൾക്കുക. വിശ്വാസത്തോടെ വചനം കേൾക്കുക. എന്തിനും ഏതിനും നമ്മൾ സംശയിക്കരുത്. ഈ അച്ഛൻ എന്നതായി പറയുന്നത്, ഇത് ശരിയാണോ? എല്ലാത്തിനെയും സംശയിക്കുന്ന അങ്ങനെ ഒരു രീതി നമുക്കുണ്ടെങ്കിൽ നമ്മളതൊന്ന് കുറയ്ക്കണം. ചില കാര്യങ്ങളിൽ നമുക്ക് വിമർശനാത്മകമായ കാര്യങ്ങൾ സമീപിക്കാം, അല്ലെങ്കിൽ ആ ഒരു രീതിയുള്ളത് നല്ലതാണ്. ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെ നല്ലതാണ് കുറച്ചൊക്കെ. പക്ഷെ നമ്മൾ വചനത്തെ സംശയിക്കുക, വചനത്തെ നമ്മൾ വിശ്വാസം ഇല്ലാതെ നമ്മൾ പരിഗണിക്കുക. ദൈവവിശ്വാസം നമ്മളിലേക്ക് വരണം. ദൈവവിശ്വാസത്തിൽ നമ്മൾ വരണം, വളരണം, ജീവിക്കണം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ദൈവ സാന്നിധ്യം അനുഭവിക്കണം. കർത്താവിൻ്റെ ആലയത്തിലാണ്, പ്രത്യേകിച്ച് മിഖായേൽ മാലാഖയുടെ പ്രത്യേകമായ ശക്തമായ മാധ്യസ്ഥം നമുക്ക് ഈ ആലയത്തിലുണ്ട്. കർത്താവിൻ്റെ കൃപയും അഭിഷേകം ഇവിടെ നിറഞ്ഞു നിൽപ്പുണ്ട്. ഈശോ ഇവിടെ ഉണ്ട്, ഈശോ ഇവിടെ ഉണ്ട്, നമ്മുടെ ഹൃദയത്തിലുണ്ട് ഈശോ, നമ്മുടെ ഭവനത്തിലുണ്ട്, ഞാൻ ആയിരിക്കുന്നിടത്തുണ്ട്, എല്ലായിടത്തുമുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കി വചനം കേൾക്കുക, പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ കുടുംബങ്ങള് അനുഗ്രഹത്താൽ, അഭിഷേകത്താൽ നിറയും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
പ്രിയമുള്ളവരെ, മേൽ പറഞ്ഞ പോലെ നമ്മൾ വചനം കേൾക്കുമ്പോൾ എന്താണ് നമുക്ക് സംഭവിക്കുന്നതെന്ന് അച്ഛൻ പറയാൻ പോവാണ്. എന്താ സംഭവിക്കാൻ പോകുന്നേ? ഒത്തിരി കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞു വെച്ചു അല്ലേ? നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വന്നോണ്ടിരിക്കുകയാണ്. വിശ്വാസം ഉണ്ടാകും. എന്ത് ചെയ്താലാ ഈ മേൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ പാലിക്കുമ്പോൾ നമുക്ക് വിശ്വാസം ഉണ്ടാകും, പാപബോധം ഉണ്ടാകും, പശ്ചാത്താപം ഉണ്ടാകും, കുടുംബത്തിലെ പൈശാചിക പീഡകൾ വിട്ടുപോകും, മനസ്സിൽ സന്തോഷം ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്താണ്? രോഗങ്ങൾ മാറും, ദൈവാരൂപി വസിക്കും, നെഗറ്റീവ് എനർജി മാറും, പോസിറ്റീവ് എനർജി വരും, പൈശാചിക പീഡ പോകും, ദൈവാത്മാവിന്റെ അഭിഷേകം ഉണ്ടാകും. അതുകൊണ്ട് എങ്ങനെ ധ്യാനം കൂടണം പ്രിയമുള്ളവരെ? പൂർണ്ണ ഹൃദയത്തോടുകൂടെ ധ്യാനം കൂടണം. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 29 അധ്യായം 13 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ നമുക്കൊന്ന് വായിക്കാം. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കും. നമുക്കൊന്ന് ഒന്നിച്ച് വായിക്കാം. പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും, നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. നിങ്ങളെ ചിതറിച്ചിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും ദേശങ്ങളിലും നിന്ന് ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. എവിടെ നിന്ന് ഞാൻ നിങ്ങളെ അടിമത്തത്തിലേക്ക് അയച്ചോ ആ സ്ഥലത്തേക്ക് തന്നെ നിങ്ങളെ കൊണ്ടുവരും. കർത്താവ് അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. A divided heart will never attain any God experience. Lukewarmness, neither hot nor cold. തണുപ്പുമല്ല ചൂടുമല്ലാത്ത അവസ്ഥയിൽ നമ്മൾ ഇരിക്കരുത്. വചനം കേൾക്കാനായിട്ട് എളിമപ്പെടുക, ഈശോയ്ക്ക് വിട്ടുകൊടുക്കുക, വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുക പൂർണ്ണ ഹൃദയത്തോടുകൂടെ. പരിശുദ്ധാത്മാവിനെ ബുദ്ധി കൊണ്ടല്ല, ഹൃദയത്തിന്റെ തലത്തിൽ നമ്മൾ സ്വീകരിക്കണം. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങള് വിശുദ്ധ കുർബാനയിലും കുമ്പസാരത്തിലും വചന ശുശ്രൂഷയിലും പ്രവർത്തിക്കപ്പെടുമ്പോൾ, അഭിഷേകമായി നമുക്ക് നൽകപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിനെ ബുദ്ധി കൊണ്ടല്ല, ഹൃദയത്തിന്റെ തലത്തിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാനായിട്ട് കഴിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 കൊരിന്തോസ് 1 ലേഖനം 3 അധ്യായത്തിന്റെ 19 തിരുവചനം. ഈ ലോകത്തിന്റെ വിജ്ഞാനം ദൈവത്തിന് ഭോഷത്വമാണ്. നമ്മൾ നമ്മുടേതായ രീതിയിലുള്ള നമ്മുടെ വിശകലനങ്ങൾ, അഭിപ്രായങ്ങൾ, ഇതിങ്ങനെയാണെന്നൊക്കെ നമ്മൾ അങ്ങോട്ട് സ്ഥിരീകരിക്കും, സ്ഥാപിക്കും. ഇതങ്ങനെയാണ്, ഞാൻ പറയുന്നത് ശരി, അവർ പറയുന്നത് തെറ്റാണ്. അതാണ് ഇവിടെ പറഞ്ഞത് പ്രിയമുള്ളവരെ. അതുപോലെ തന്നെ 20 തിരുവചനം 3 അധ്യായത്തിന് 20 തിരുവചനം. ബുദ്ധിശാലികളുടെ ആലോചനകൾ വ്യർത്ഥങ്ങളാണെന്ന് കർത്താവ് അറിയുന്നു എന്നും എഴുതപ്പെട്ടിരിക്കുന്നു. ജ്ഞാനം 1:3. കുടില ബുദ്ധി മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു. കുടില ബുദ്ധി മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു. അവിടുത്തെ ശക്തിയെ പരീക്ഷിക്കുന്ന ഭോഷന്മാർ ശാസിക്കപ്പെടുന്നു. തമ്പുരാനെ ചോദ്യം ചെയ്യുകയാണ്. വചനം നമ്മൾക്ക് ഇഷ്ടമുള്ളതുപോലെ നമ്മൾ വ്യാഖ്യാനിക്കുകയാണ്. നമുക്ക് എന്തും പറയാം അല്ലേ, ഏത് രീതിയിലും ജീവിക്കാം. ഞാൻ പറയുന്നത് ശരി എന്ന് പറഞ്ഞ് നമ്മൾ ജീവിക്കരുത്. വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിനെ ബുദ്ധിയുടെ തലത്തിൽ നിന്നല്ല, ഹൃദയത്തിന്റെ തലത്തിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുക. 1 ദിനവൃത്താന്തം 5 അധ്യായത്തിന്റെ 20 തിരുവചനം. ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്തപ്പോൾ അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു. നിങ്ങളെല്ലാവരും ഒന്നിച്ചിതൊന്ന് വായിക്കാവോ? നമുക്ക് കിട്ടുന്ന വലിയൊരു റിസൾട്ടാണ് ഇവിടെ കാണുന്നത്. 1 ദിനവൃത്താന്തം 5 അധ്യായത്തിന്റെ 20 തിരുവചനം. എല്ലാവരും ചേർന്ന് ഒന്നിച്ച് ഉച്ചത്തിൽ വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടുന്ന് അവരുടെ പ്രാർത്ഥന കേട്ടു. റോമാലേഖനം 10 അധ്യായം 12 മുതൽ 13 വരെ. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തന്റെ സമ്പത്ത് വർഷിക്കും. എന്തെന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പാപബോധം വിശുദ്ധീകരണത്തിന്റെ കവാടമാണ്. ഇരുട്ടുമുറിക്കകത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ വസ്ത്രത്തിലെ കറ കാണുവാനായിട്ട് കഴിയുകയില്ല.
ഈ കാലഘട്ടത്തിൽ പിശാച് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു കെണിയാണ് നമ്മളിലെ പാപബോധം എടുത്തു കളയുക. പാപബോധം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തും ചെയ്യാമെന്നുള്ള രീതിയിലേക്ക് നമ്മൾ വരും. എന്തു തെറ്റ് ചെയ്താലും ഒരു പ്രശ്നവും ഇല്ല, ഓ അതൊന്നും ഒരു തെറ്റല്ല, ഓ അതൊക്കെ കുമ്പസാരത്തിൽ ഏറ്റു പറയണോ, ഇങ്ങനെയുള്ള അഹന്തയുടെ തലത്തിലേക്ക്, ചിന്താഗതികളിലേക്ക് നമ്മൾ പോകരുത്. എളിമപ്പെടണം പ്രിയമുള്ളവരെ. അതുകൊണ്ട് നമ്മൾ പാപബോധവും പശ്ചാത്താപവും ഉണ്ടാകുവാനായിട്ട് പ്രാർത്ഥിച്ചു തുടങ്ങണം. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവികാരുണ്യ ആരാധനയിൽ, തുടർന്നുള്ള ദിവസങ്ങളിലെ ശുശ്രൂഷകളിൽ ഒരു നല്ല കുമ്പസാരം നടത്തുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. പാപബോധവും പശ്ചാത്താപവും കർത്താവേ എനിക്കേകണേ, കണ്ണീരോടും വിലാപത്തോടുമൻ പാപം ഞാനേറ്റു ചൊല്ലിടാം. പ്രിയമുള്ളവരെ, കർത്താവിനെതിരെ അധർമ്മം പ്രവർത്തിച്ച് മുന്നേറിയാൽ എത്ര നാൾ നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും? അതുകൊണ്ട് കുമ്പസാരക്കൂട്ടിൽ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പൊട്ടിക്കരഞ്ഞ് കുമ്പസാരിക്കാനുള്ള കൃപയും എളിമയും നമ്മൾ ചോദിക്കണം. ഒരു നല്ല കുമ്പസാരം നടത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് കടന്നു വരികയും അവിടെ വലിയ അനുഗ്രഹങ്ങൾ, അഭിഷേകങ്ങൾ ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടും. രോഗങ്ങൾ വിട്ടുമാകും, കടബാധ്യതകളും ആകും, പ്രശ്നങ്ങളും ആകും, കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകും, സമാധാനം ഉണ്ടാകും, സാമ്പത്തികമായ പ്രതിസന്ധികളുമായി നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകും. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. അതുകൊണ്ട് പാപബോധവും പശ്ചാത്താപവും ഉണ്ടാകുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ ബലഹീനതകൾ പ്രിയമുള്ളവരെ അലസതയെ വളർത്തും. അലസത തിന്മ വളർത്തും. തിന്മ നമ്മുടെ ഇടയിൽ അശുദ്ധി വളർത്തും. അതുകൊണ്ട് നമ്മൾ കെയർഫുൾ ആയിരിക്കണം. ബി കെയർഫുൾ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, വലിയ പാരമ്പര്യമുള്ള നമ്മൾ അങ്ങനെ ജീവിച്ചാൽ മതിയോ? ഒരു പാപബോധവും പശ്ചാത്താപവും ഇല്ലാതെ കുഞ്ഞുനാളിലെ കാറ്റഗിസം ക്ലാസ്സിലൊക്കെ പഠിച്ച നിത്യ കുരിശ് വരയ്ക്കുന്ന കാര്യം, പള്ളി മണിയടിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന കാര്യം, സന്ധ്യാപ്രാർത്ഥന ചൊല്ലുന്ന കാര്യം, ഞായറാഴ്ചകളിൽ കുർബാനയ്ക്ക് പോകുന്ന കാര്യം, സാവത്താചരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ കാഷ്വൽ ആയിട്ട് കണ്ട് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളുടെ ചൈതന്യം നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. നമ്മുടെ കൃപ നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മൾ എളിമപ്പെടേണ്ടിയിരിക്കുന്നു. വലിയ പാരമ്പര്യമുള്ള നമ്മൾ ഈ ധ്യാനത്തിന്റെ ദിവസങ്ങളിൽ ആ പാരമ്പര്യങ്ങളിലൊക്കെ അടിയുറച്ച് നിന്നുകൊണ്ട് വിശ്വാസത്തിന്റെ തലത്തില് പരിശുദ്ധാത്മാവിനെ ഹൃദയപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ എളിമപ്പെടണം. അങ്ങനെ വചനത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, വചനത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് ഈശോയെ ആരാധിക്കാം. ഹല്ലേലൂയ. ഹൃദയം തുറന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം. കർത്താവേ, ഇത്രയും സമയം ഞങ്ങൾ കേട്ട ഓരോ കാര്യങ്ങളും ഗ്രഹിക്കുവാനായിട്ട്, അത് ഹൃദയത്തെ സംഗ്രഹിക്കുവാനായിട്ട്, ഹൃദയം എളിമപ്പെടുവാനായിട്ട്, പാപബോധത്തിലേക്ക് പശ്ചാത്താപത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. വലിയ അനുഗ്രഹത്തിലേക്ക്, കൃപയുടെ അഭിഷേകത്തിലേക്ക്, നിറവിലേക്ക് ഞങ്ങളെ നയിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ നയിക്കണമേ.